ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ്. ചെറിയ കിച്ചണൊക്കെ ഉള്ളവർക്ക് വളരെ അടുക്കും ചിട്ടയോടും കൂടെ എങ്ങനെ കിച്ചൺ നന്നായിട്ട് സൂക്ഷിക്കാമെന്നും സാധനങ്ങളൊക്കെ എങ്ങനെ കൃത്യമായിട്ട് അടുക്കി വയ്ക്കാമെന്നും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ റിക്വസ്റ്റ് മാനിച്ച് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓൾറെഡി ഞാനൊരു ക്ലീനിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ ഈ കിച്ചണും വീടൊക്കെ മെസ്സിയായിട്ട് കിടക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കും. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് അറിയാതെ. അപ്പോൾ കറക്റ്റ് ഓർഡർ വൈസ് കറക്റ്റായിട്ട് എങ്ങനെ നമുക്ക് ക്ലീനിങ് ചെയ്യാമെന്നും നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് റീഅറേഞ്ച് ചെയ്യുന്നതെന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും പലർക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ നേരെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ആദ്യം ഒന്ന് ഫുള്ള് കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ സാധനവും ഒന്ന് നമുക്ക് മാറ്റി ഒന്ന് എംറ്റി ആക്കി ഇടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കിച്ചൻ്റെ അപ്പുറത്തെ സൈഡ് ക്ലീൻ ചെയ്ത ശേഷം ഇതെല്ലാം അപ്പുറത്തോട്ട് മാറ്റിയ ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രവും ഇതൊക്കെ കഴുകിയിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോർണർ ഷെൽഫും നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ വെച്ചിരുന്ന ആ ഷെൽഫും ഞാൻ ക്ലീൻ ചെയ്ത് ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഞാനിപ്പോൾ കണ്ടില്ല എംറ്റി ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഞാനിപ്പോൾ ഒരു സാധനമല്ല എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മിക്സിയും അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പും മിക്സിയൊക്കെ ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഷെൽഫിൽ നിന്നാണ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ഷെൽഫിലെ സാധനങ്ങൾ ഫുള്ള് താഴെ ഇറക്കിയിട്ട് ഈ ഷെൽഫ് ഒന്ന് അടുക്കി പെറുക്കാം. പാചകം ചെയ്യുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിന് മസാല കാര്യങ്ങളൊക്കെ എടുക്കാനാണ് ഞാൻ ഈ ഒരു ഷെൽഫ് ഇവിടെ തന്നെ സെറ്റ് ചെയ്തത്. അവിടെയാണ് ഞാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്നതൊക്കെ ഈ ഒരു ഷെൽഫിലാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ റാക്കിൽ നിന്ന് സാധനങ്ങളെല്ലാം ഞാൻ താഴെ ഇറക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ബോട്ടിൽസിലെ പൊടിയെല്ലാം ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യണം. വൈപ്പ് ഔട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ റാക്ക് ക്ലീൻ ചെയ്തിട്ട് അതിലോട്ട് റീഅറേഞ്ച് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഈ ബോട്ടിലുള്ള പൊടിയൊക്കെ എല്ലാം ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യുവാണേ. അപ്പം ഞാൻ ബോട്ടിൽസിലെ പൊടിയെല്ലാം വൈപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന വാനില എസൻസ്, ബട്ടർ എസൻസ്, ഇപ്പം ഞാൻ കേക്ക് ഓർഡർ എടുക്കാത്തതുകൊണ്ട് അതധികം അങ്ങ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഒരിടയ്ക്ക് എക്സ്പയർ ആയ കുറേ സാധനങ്ങൾ മാറ്റിയതാണ്. ഇപ്പോൾ വീണ്ടും ഒരു 2-3 സാധനം കഴിഞ്ഞ മാസം എക്സ്പയർഡ് ആയതുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് കാലി ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയ ശേഷം ഞാൻ ഷെൽഫിലെ പൊടിയൊക്കെ നന്നായിട്ട് തൂത്ത് തുടയ്ക്കുന്നുണ്ട്. ഷെൽഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി മേളിൽ പൊടി അടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ പൊടിയൊക്കെ ആ ഷെൽഫിൽ വീണിട്ടുണ്ടായിരുന്നു. ഞാൻ പൊടി അടിച്ച ശേഷം എല്ലാ ബോട്ടിൽസും ഞാനെടുത്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം വേണ്ടാത്ത കുറച്ച് ബോട്ടിൽസൊക്കെ മാറ്റിയോണ്ട് തന്നെ ഇതിലിപ്പോൾ കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാർട്ടൂണിൻ്റെ ചെറിയൊരു ബോക്സ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്താണ് ഞാൻ നമ്മുടെ വീടിൻ്റെ കീയൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ കീ പിന്നെ ഞാൻ നമ്മുടെ അടുത്തിൽ പെട്ടെന്ന് പാക്കറ്റൊക്കെ പൊട്ടിക്കാനുള്ള സിസേഴ്സൊക്കെ ഞാനിവിടെ വച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ഈ ഒരു ബോക്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഷെൽഫിൽ വയ്ക്കുന്നത്. ചെറിയ സാധനങ്ങളൊക്കെ ഇതുപോലെ ചെറിയ ബോക്സിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സ്പേസും കിട്ടും, കാണാനും ഒരു നീറ്റ് ഉണ്ടാകും കേട്ടോ. അത് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ പോയിട്ട് വരുമ്പോൾ റബ്ബർ ബാൻഡ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ഇതിലാണ് ഇട്ട് വയ്ക്കുന്നത്. നേരത്തെ ഞാൻ അല്ലാതെ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു വെറുതെ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഓരോന്നിനും താഴെ വരും. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ബോക്സിലോ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് വെച്ചാലും നല്ല സേഫായിട്ട് ഒതുങ്ങിയിരുന്നോളാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആക്കിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷെൽഫ് ഇപ്പോൾ ഏകദേശം അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെ 2 ഫ്ലവർ വേസ് കൂടെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഭംഗിയൊക്കെ കിട്ടും കേട്ടോ ഷെൽഫിന്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് വയ്ക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഷെൽഫ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ കിച്ചൻ്റെ ബാക്കി ഏരിയയിലോട്ട് നമുക്ക് പോകാം. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ വീടിൻ്റെ മേൽഭാഗത്ത്, അതായത് നമ്മുടെ ഈ സൈഡിലൊക്കെ ചെവൻ്റെ സൈഡിലൊക്കെ ഡസ്റ്റോ ചെലന്തി വരെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അതൊന്ന് അടിച്ച് തൂക്കണം. ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മളിവിടെ എല്ലാം പൊടി തുടച്ച് കഴിഞ്ഞിട്ട് ഈ ഡസ്റ്റ് കാര്യങ്ങൾ മേളിൽ നിന്ന് തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗത്തൊക്കെ പൊടിയാകും കേട്ടോ.
അപ്പോൾ ആദ്യം ഇതെല്ലാം ചെയ്തിട്ട് വേണം ഇവിടുത്തെ ഡസ്റ്റ് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ഒരു ഷെൽഫ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ ഭാഗത്തു നിന്നാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഷെൽഫ് കഴിഞ്ഞാൽ ഇനി അടുത്ത് ഈ ഒരു സൈഡിലുള്ള പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റണം. എന്നിട്ടാണ് നമ്മൾ കൗണ്ടർ ടോപ്പിലോട്ട് വരുന്നത്. അപ്പോൾ ടൈലൊക്കെ ഒട്ടിച്ചതിൻ്റെ ഒരു കട്ടിങ് ഉണ്ടല്ലോ, ഇവിടെ എപ്പോഴും പൊടിയൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡസ്റ്റ് പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റ് ഉണ്ട്. ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെ ഭാഗത്ത് നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട്. പെട്ടെന്ന് പൊടിയൊക്കെ അടിച്ച് കയറും കേട്ടോ. ചെമ്മണ്ണാണ് നമ്മുടെ ഇവിടെ. അപ്പോൾ പെട്ടെന്ന് ഇവിടെയൊക്കെ പൊടി അടിച്ച് കയറും. അപ്പോൾ ഈ കട്ടിങ്സിലെ ഡസ്റ്റൊക്കെ നമ്മൾ കളഞ്ഞു. ഇനി ഈ ജനാലയുടെ സൈഡിലുള്ള പൊടി കൂടെ ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ നമ്മുടെ മേൽഭാഗത്തുള്ള ഡസ്റ്റ് എല്ലാം തൂത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലെ ഡസ്റ്റ് മാറ്റുന്നതിന് മുന്നേ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഈ ഒരു സംഭവം ഞാനൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് സോഡാപ്പൊടിയും അതേപോലെ തന്നെ വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഇടയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് അടുപ്പിൽ തൂവിയിട്ട് ഈ ഒരു രീതിയിലായതാണ്. അത് പോകുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുവാണെങ്കിൽ പോകുമെന്ന് അറിയത്തില്ല, എന്നാലും ഒന്ന് നോക്കാം. അല്പം സോഡാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ. ഇനി ഈ ഒരു വിനാഗിരി ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പോകുമോ എന്നറിയത്തില്ല, ജസ്റ്റ് ഒന്ന് പരീക്ഷ വെക്കുവാണേ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ആ ഒരു സമയം കൊണ്ട് ഈ അഴുക്കൊക്കെ ഒന്ന് ഇളകിക്കോളും. ഈ കൗണ്ടർ ടോപ്പിലെ പൊടിയെല്ലാം തൂത്ത് മാറ്റുവാണേ. ഞാൻ മേളിൽ ഷെൽഫിൽ നിന്നൊക്കെ പൊടിയൊക്കെ അടിച്ചിട്ട് ആ പൊടിയെല്ലാം ഈ കൗണ്ടർ ടോപ്പിൽ വീണിടപ്പുണ്ടായിരുന്നു. പിന്നെ കൗണ്ടർ ടോപ്പിലും കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ തുടച്ച് മാറ്റുവാണ്. സാധാരണ ഇന്നും രാത്രി ഞാൻ ജോലി കഴിയുമ്പോൾ നനഞ്ഞ ടവൽ കൊണ്ട് ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് കിടക്കാറാണ് പതിവ്. ഡീപ്പ് ക്ലീനിങ് ഞാൻ സത്യം പറഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ എന്തൊക്കെയേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടോ ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട്. നിങ്ങളിപ്പോൾ കണ്ടു കാണും എന്തോരം പൊടിയാണ് നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ നിന്ന് തുടച്ചെടുത്ത് തന്ന്. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് എന്തൊന്നും ക്ലീൻ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ലീവായത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയത്. കാരണം കുറേ ദിവസമായിട്ടോ ഞാൻ ഡീപ്പ് ക്ലീനിങ് കൊടുത്തിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മാസമായി ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് വീട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ അതൊരു ഉപകാരമാകട്ടെ എന്ന് എഴുതിയിട്ടാണ്. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പ് ഇനി വെള്ളം വെച്ച് കഴുകാൻ പോകുകയാണ്. അപ്പോൾ വെള്ളം വെച്ച് കഴുകുന്നതിന് മുന്നേ ആദ്യം ഈ സ്റ്റൗ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഈ സ്റ്റൗ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 15 വർഷമായിട്ട്. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ മറക്കരുത്. ഗ്യാസ് അടുപ്പിൻ്റെ റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഒരല്പം വെള്ളം നമുക്കിതിൻ്റെ മേലിലൊന്ന് നനച്ചു കൊടുക്കണം. നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത പോലെ തന്നെ സോഡാപ്പൊടി അല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മേലിലൂടെ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരല്പം സോപ്പ് സൊല്യൂഷനും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കാം. ഞാൻ ഗ്യാസ് സ്റ്റവ് ഒരു 3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ എത്രത്തോളം ഗ്യാസ് സ്റ്റവ് ക്ലീനാക്കി ഉപയോഗിക്കുന്നോ അത്രയും ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇത് 15 വർഷമായി. അത് ഞാൻ അത്രയും നല്ല കൃത്യമായിട്ട് അത് സൂക്ഷിച്ചതുകൊണ്ടാണ്. നമ്മൾ പാചകം കഴിയുമ്പോഴൊക്കെ ഇതിൻ്റെ മേളിലാവുന്ന ഓയിലും കാര്യങ്ങളൊക്കെ അപ്പം തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുരുമ്പെടുക്കാതെ ഒരുപാട് നാളിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പിട്ട് കഴുകിയ ശേഷം ജസ്റ്റ് വെള്ളം വെച്ചൊന്ന് കഴുകിയിട്ട് ഉണങ്ങിയ തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ സ്റ്റവൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ സ്റ്റവ് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന സ്റ്റവിൻ്റെ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. നല്ല രീതിയിലൊന്ന് ഉരയ്ക്കണമായിരുന്നു. ഇച്ചിരി പാടായിരുന്നു കേട്ടോ. സൺഫ്ലവർ ഓയിൽ ആയതുകൊണ്ട് തന്നെ അത് പോകാൻ ഭയങ്കര പാടാണ്. സാധാരണ നമ്മുടെ കറിയോ കാര്യങ്ങളോ എന്തെങ്കിലും വീണ ആ ഒരു ഇതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോകും. ഇത് സൺഫ്ലവർ ഓയിലിനൊരു പശപ്പശപ്പുണ്ടല്ലോ, നമ്മുടെ പാത്രങ്ങളിലായാൽ പോലും പോകാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ നമ്മുടെ വോൾട്ടയിലൊക്കെ നന്നായിട്ടൊന്ന് സോപ്പ് സൊല്യൂഷൻ വെച്ച് തേച്ച് കഴുകുന്നുണ്ട്. ഈ വോൾട്ടയിലൊക്കെ തേച്ച് കഴുകിയ ശേഷമാണ് ഞാൻ ഫ്ലോറിലോട്ട് വരുന്നത്. വോൾട്ടയിൽ ഇപ്പോൾ സോപ്പിട്ട് കഴുകിയ ശേഷം ഞാൻ വെള്ളം വെച്ച് വോൾട്ടയിൽ കഴുകുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് സോപ്പിട്ട് തേച്ച് കഴുകിയിട്ട് ഒരു 3 വട്ടം വെള്ളം വെച്ച് ഞാൻ കൗണ്ടർ ടോപ്പും വോൾട്ടയിലും ഒക്കെ നന്നായിട്ട് വെള്ളം വെച്ച് ആ സോപ്പ് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ സവാള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് ഈ കൗണ്ടർ ടോപ്പിലാണ്. കൗണ്ടർ ടോപ്പ് എന്തെങ്കിലും വൃത്തികേടാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോപ്പിൻ്റെ അംശം മൊത്തത്തിൽ ഞാൻ ഇവിടെ നിന്ന് കഴുകി മാറ്റുകയാണ് കേട്ടോ. നമ്മൾ അന്നുള്ള ഈ ഓയിലിൻ്റെ ആ കണ്ടൻറ്റൊക്കെ ഈ വോൾട്ടയിലും അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പിലാവുന്നത് അപ്പോഴപ്പോഴും തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പോൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പ് എങ്ങനെയാണ് ഞാനൊന്ന് അറേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഷെൽഫിലിരുന്ന കുറച്ച് ബോട്ടിൽസാണ് കാലിയായിട്ടുള്ളത്. അത് ഞാൻ വാഷ് ചെയ്യാനായിട്ട് സിങ്ക് എടുത്തിട്ടേക്കുന്നതാണ്. അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ കൗണ്ടർ ടോപ്പിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ച് വയ്ക്കുവാണ്. ചെറിയൊരു മാറ്റമൊക്കെ ഞാൻ വരുത്തുന്നുണ്ട്, ലാസ്റ്റ് ഞാൻ കാണിക്കാം. ഇതൊരു കോർണർ ഷെൽഫാണ്. പിന്നെ അതായത് ഞാൻ മിക്സിയുടെ ജാറൊക്കെ വെക്കാനാണ് ഈ ഷെൽഫ് വെച്ചേക്കുന്നത്. ഈ ചെറിയ കിച്ചണൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ 2-3 സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ നല്ലപോലെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സ്പേസ് സേവ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാസ് അടുപ്പിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ അറേഞ്ച് ചെയ്യാനുണ്ട്. ഇവിടെ ഈ ഒരു ഉപ്പ് ഭരണി മാത്രമേ വെക്കാനുള്ളൂ കേട്ടോ. പൊടിക്കാത്ത കുറച്ച് സ്പൈസസ് ഞാനൊരു ഡെപ്പയ്ക്കകത്താക്കിയിട്ട് ഷെൽഫിലോട്ട് ഒതുക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്കിനി ആ സിങ്കിൻ്റെ ആ ഭാഗം ഒന്ന് പാത്രമൊക്കെ കഴുകി മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം കൂടെ ഒന്ന് നീറ്റാകും. അപ്പോൾ നമ്മൾ ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത് കൗണ്ടർ ടോപ്പിൻ്റെ അടിഭാഗമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, എൻ്റെ കിച്ചൺ വളരെ ചെറുതാണ്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ എൻ്റെ കൗണ്ടർ ടോപ്പിലാണ്. ചട്ടി, കലം അങ്ങനത്തെ സാധനങ്ങളൊക്കെ, വലിയ പാത്രങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലാണ്. പിന്നെ കിച്ചണിൽ വേണ്ടുന്ന അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ബക്കറ്റിലാക്കി ഈ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലാണ് വച്ചേക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ സാധനങ്ങളെല്ലാം പുറത്തോട്ട് എടുത്തിട്ട് ഇനി അതെല്ലാം ഒന്ന് ഡസ്റ്റ് ക്ലീൻ ചെയ്യാം. ഞാൻ ഇനി കൗണ്ടർ ടോപ്പിനടിയിരിക്കുന്ന പാത്രങ്ങളൊക്കെ കുറേശ്ശെ വിധെടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യുവാണേ. ഇതുപോലെ ചെറിയ കിച്ചണൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് സ്പേസിലെ പാത്രങ്ങൾ മാറ്റുക. എന്നിട്ട് അവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയ ശേഷം ആ സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് അടുത്ത ഭാഗത്തോട്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തെ പാത്രങ്ങളെല്ലാം ഒന്ന് മാറ്റി ഇനി ഒന്ന് തൂത്ത് കൊടുക്കുവാണേ. തൂത്തിട്ട് ഇത് ഇവിടെ അറേഞ്ച് ചെയ്ത ശേഷം നമ്മൾ അടുത്ത സാധനങ്ങൾ അടുത്ത ഭാഗത്ത് ക്ലീൻ ചെയ്യുവേ. അപ്പോൾ ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ നമ്മൾ ഷെൽഫൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്ത ആയതുകൊണ്ട് തൽക്കാലം നമ്മളത് ചെയ്യുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും വലിയൊരു വീടൊക്കെ വയ്ക്കുമ്പോൾ നമുക്കത് ചെയ്യാം എന്നുള്ളൊരിതിലാണ്. ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്ത ശേഷം തൂത്തിട്ടുണ്ടായിരുന്നു ഈ ഫ്ലോറ്. അത് ഫോണ് ഓഫായി പോയത് ഞാൻ അറിഞ്ഞില്ല. തൂത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ തൂത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലോറൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തുടയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട്. ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ ഓരോ മുക്കും മൂലയും തൂത്ത് തുടയ്ക്കണം. അതാണ് ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്യാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ചെറിയൊരു മാറ്റം കൗണ്ടർ ടോപ്പിൽ വരുത്തിയെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് കാണാം, ഈ പാത്രം വയ്ക്കുന്ന ഈ ഒരു പച്ച സ്റ്റാൻഡിനടുത്ത് ഒരു ബ്ലൂ സ്റ്റാൻഡ് ഇരിപ്പുണ്ട്. ഈ ബ്ലൂ സ്റ്റാൻഡ് നമ്മൾ ഒരു ടേബിൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ ആ ഒരു ചെറിയ സ്പേസിലിരുന്നതാണ്. അത് ഈ ഒരു സ്പേസിൽ ഇരുന്ന സ്റ്റാൻഡാണ്. അതിന് ഞാൻ എടുത്തിട്ട് ഇപ്പുറത്തോട്ടാക്കി. ഇപ്പുറത്തെന്ന് പറയുമ്പോൾ നമ്മുടെ മിക്സിയുടെ ആ ഒരു സ്റ്റാൻഡൊക്കെ, മിക്സി ജാറൊക്കെ വെച്ചേക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ, ആ സ്റ്റാൻഡ് ഈ ഒരു സ്റ്റാൻഡ് ഇരുന്നതിനെ ഞാൻ ഈ ഒരു ഇവിടത്താക്കിയിട്ട്
നമ്മുടെ ആ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് ഞാനിവിടെ ആക്കി കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒതുങ്ങി കുറച്ചും കൂടെ നമുക്ക് ഇരിക്കാനൊക്കെ ടേബിൾ പാർട്ടീഷൻ്റെ അവിടെ ഇരിക്കാൻ കുറച്ചും കൂടെ സ്പേസൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മാറ്റിയപ്പോൾ. ഈ പൊടികളൊക്കെ വയ്ക്കുന്ന ഈ ഒരു ചെറിയ ഷെൽഫിൽ ഞാൻ ഒരു 3 കപ്പും കൂടെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെൽഫിൻ്റെയും കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെയൊക്കെ ഒരു ഫൈനൽ ലുക്ക്. നമ്മുടെ കിച്ചണൊക്കെ എപ്പോഴും നീറ്റാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പോഴുള്ള പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയും കേട്ടോ. ഈ ഒരു ഷെൽഫ് ഞാനൊരു 3 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്യാത്തത്. പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഞാൻ നേരത്തെ സോഡാപ്പൊടിയും വിനാഗിരി ഇട്ടൊക്കെ ഒരു സ്റ്റാൻഡ് ഞാൻ കഴുകില്ല, അപ്പോൾ അത് ക്ലീനാക്കിയതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ കിച്ചൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല നീറ്റാക്കി നല്ല ക്ലീനാക്കി അടുക്കും ചിട്ടയോടെയും നമുക്ക് എപ്പോഴും കിച്ചൺ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അത് നമ്മളും കൂടെ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു, പ്രത്യേകിച്ച് നമ്മൾക്ക് റിക്വസ്റ്റ് തന്ന ആ ഒരു സബ്സ്ക്രൈബറിന്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബായ്.